ഹായ് ഹലോ ഗൈസ്, എൻ്റെ പേര് അമൽ. ടെക് ക്യാമ്പ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഫേസ്ബുക്കിലും വാട്സപ്പിലും വന്നിട്ടുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള രണ്ട് കിടിലൻ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടാണ്. രണ്ടല്ല, ഫേസ്ബുക്കിലും വാട്സപ്പിലും വന്നിട്ടുള്ള ഓരോ കിടിലൻ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടാണ്. ഈ രണ്ട് ഫീച്ചേഴ്സും രണ്ട് ആപ്ലിക്കേഷനിലും നമുക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന രണ്ട് ഫീച്ചേഴ്സ് തന്നെ, പ്രത്യേകിച്ച് ഫേസ്ബുക്കിൻ്റെ കാര്യത്തിൽ. അപ്പോൾ എന്തൊക്കെയാണ് സംഭവം നോക്കാം. നമുക്ക് ഫസ്റ്റ് തന്നെ ഫേസ്ബുക്കിൽ വന്നിട്ടുള്ള ഒരു പുതിയ ഫീച്ചർ എന്താണെന്ന് നോക്കാം. ഫേസ്ബുക്കിനെ സംബന്ധിച്ച് ഒരു സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ആളുകൾ യൂസ് ചെയ്ത ഒരു ആപ്ലിക്കേഷൻ ആയിരുന്നു ഈ ഫേസ്ബുക്ക് എന്ന് പറയുന്നത്. കാരണം ആ സമയത്ത് ഫേസ്ബുക്ക് ആയിരുന്നു ഏറ്റവും വലിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. അതിനുശേഷം വാട്സപ്പ് വന്നു, പിന്നീട് ഇൻസ്റ്റാഗ്രാം വന്നു. ഇപ്പോൾ ഫേസ്ബുക്കിനൊക്കെ കൂടുതൽ എനിക്ക് തോന്നുന്നു പെൺകുട്ടികളൊക്കെ യൂസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം ഇൻസ്റ്റാഗ്രാമാണ്. കാരണം അവിടെ കുറച്ചും കൂടെ ഒരു പ്രൈവസി അല്ലെങ്കിൽ അവരുടെ ഒരു സേഫ്റ്റിക്ക് കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഇൻസ്റ്റാഗ്രാം. അവിടെ നമ്മൾ കുറച്ചും കൂടെ സെക്യൂർ ആണ്. നമ്മുടെ അക്കൗണ്ടൊക്കെ നമുക്ക് പ്രൈവറ്റ് ആയിട്ട് വെക്കാം. നമ്മൾ വിചാരിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ നമ്മുടെ പോസ്റ്റ്, നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോസൊക്കെ കാണാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഫേസ്ബുക്കിൻ്റെ കാര്യം അങ്ങനെയല്ലല്ലോ. ഫേസ്ബുക്കിൽ ഇപ്പോൾ ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അത് പോസ്റ്റ് പബ്ലിക് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രൊഫൈൽ ചെക്ക് ചെയ്യുന്ന ഏതൊരാൾക്കും അതിൽ ആഡ് ചെയ്തിട്ടുള്ള ഫോട്ടോസുകളും പ്രൊഫൈൽ പിക്ചേഴ്സും അതിൽ ആഡ് ചെയ്തിട്ടുള്ള പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഏതൊരാൾക്കും, ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്ന ഏതൊരാൾക്കും കാണാൻ പറ്റും. പക്ഷേ ഈ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ കണ്ട ആ ഒരു പ്രൈവസി ഫീച്ചറിൻ്റെ ഏകദേശം ഒരു സെയിം ടൈപ്പ് ഓഫ് ഫീച്ചർ ഇപ്പോൾ ഫേസ്ബുക്കിലും കൊണ്ടുവരാൻ പോകുന്നുണ്ട്. അതായത് നമുക്ക് ഫേസ്ബുക്ക് പ്രൊഫൈൽസ് ലോക്ക് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. ഇങ്ങനെ ലോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആഡ് ചെയ്യുന്ന നമ്മുടെ ഫ്രണ്ട്സിനല്ലാതെ നമ്മുടെ പ്രൊഫൈലിൽ ആഡ് ചെയ്തിട്ടുള്ള ഫോട്ടോസും പോസ്റ്റും ഒന്നും അവർക്ക് കാണാൻ പറ്റത്തില്ല. അതിപ്പോൾ നമ്മൾ നേരത്തെ പണ്ട് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ഫോട്ടോസ് ഉൾപ്പെടെ ഒരു കാര്യങ്ങളും നമ്മുടെ ഫ്രണ്ട്സ് അല്ലാത്ത ആർക്കും കാണാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ആഡ് ചെയ്യുന്ന നമ്മുടെ ഫ്രണ്ട്സിന് മാത്രമേ നമ്മൾ ആഡ് ചെയ്യുന്ന ഫോട്ടോസ് ആയാലും വീഡിയോസ് ആയാലും അല്ലെങ്കിൽ പോസ്റ്റ് ആയാലും അതുപോലെ തന്നെ പ്രൊഫൈൽ പിക്ചർ, കവർ ഫോട്ടോസ്, ഈ പ്രൊഫൈൽ പിക്ചറും കവർ ഫോട്ടോസ് കാണാൻ പറ്റും. പക്ഷേ അത് സൂം ചെയ്യാനോ അല്ലാന്നുണ്ടെങ്കിൽ അത് ഡൗൺലോഡ് ചെയ്യാനോ ഷെയർ ചെയ്യാനോ ഒന്നും ഈ ഫ്രണ്ട്സ് അല്ലാത്ത ആൾക്കാർക്ക് പറ്റത്തില്ല. അപ്പോൾ ഈ ഒരു കിടിലൻ ഫീച്ചർ ഫേസ്ബുക്കിൽ കൊണ്ടുവരുന്നുണ്ട്. ഈ ഫീച്ചർ നമ്മുടെ ഫേസ്ബുക്കിൽ എങ്ങനെ എനേബിൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഫേസ്ബുക്കിൻ്റെ പ്രൊഫൈൽ പോയി കഴിഞ്ഞാൽ അവിടെ മോർ എന്നുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ. ആ മോർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു ഫീച്ചർ നമുക്ക് അവിടെ എനേബിൾ ചെയ്യാനായിട്ട് പറ്റും. ഇതിപ്പോൾ ഓൾറെഡി നമ്മുടെ ഇന്ത്യയിൽ ഈ ഒരു ഫീച്ചർ അവൈലബിൾ ആയിട്ടുണ്ട്. നമുക്ക് വരും ദിവസങ്ങളിൽ ഈ ഒരു അപ്ഡേറ്റ് നമുക്ക് കിട്ടും. ഞാൻ ആദ്യം പറഞ്ഞാൽ ഇത് മെയിനായിട്ട് യൂസ് ആവുന്ന ഈ പെൺകുട്ടികൾക്കൊക്കെ. കാരണം അവർ അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോസും പോസ്റ്റും ഒക്കെ കുറച്ചും കൂടെ അവർക്ക് പ്രൈവസി കൊടുക്കുന്ന രീതിയിൽ ഫേസ്ബുക്കിൽ ഈ ഒരു ഫീച്ചർ തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്നൊരു സംഭവം തന്നെയാണ്. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പോലെ തന്നെ കുറച്ചും കൂടെ പ്രൈവസി നമുക്ക് ഫേസ്ബുക്കിൽ ഇനി കിട്ടും. അപ്പോൾ ഇതാണ് ഫേസ്ബുക്കിനെ സംബന്ധിച്ചുള്ള ഒരു ഫീച്ചർ. ഇനി അടുത്ത വാട്സപ്പിൽ പുതുതായിട്ട് വന്ന അപ്ഡേറ്റ് എന്താണെന്ന് നോക്കാം. വാട്സപ്പിൽ പുതുതായിട്ട് വന്ന അപ്ഡേറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിനി മുതൽ വാട്സപ്പിൽ ഫോൺ നമ്പർ സേവ് ചെയ്യാതെ തന്നെ QR കോഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് മറ്റുള്ള കോൺടാക്ട്സ് നമ്മുടെ ഫോണിലേക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു സെയിം ഫീച്ചർ നമുക്ക് ഇൻസ്റ്റാഗ്രാമിലും ഇതേപോലെ തന്നെ അവൈലബിൾ ആണ്. അത് QR കോഡല്ല, നെയിം ടാഗ് ആണ് അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. നെയിം ടാഗ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ ഫോളോ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു സംഭവം ഏകദേശം ഇതുപോലെ നമ്മുടെ വാട്സപ്പിൽ ഇനി പറ്റും. വാട്സപ്പിൽ QR കോഡാണ് വരുന്നത്. QR കോഡ് വെച്ചിട്ട് QR കോഡ് സ്കാൻ ചെയ്തുകൊണ്ട് മറ്റൊരു കോൺടാക്റ്റിനെ നമ്മുടെ ഫോണിലേക്ക് നമുക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റും. ഇത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബീറ്റ അപ്ഡേറ്റിലാണ് ഈ ഒരു സംഭവം വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളൊരു ബീറ്റ യൂസർ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ജസ്റ്റ് പ്ലേ സ്റ്റോറിൽ പോയിട്ടൊന്ന് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു അപ്ഡേറ്റ് കിട്ടും. iOSലും ആൻഡ്രോയിഡിലും ഈ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെ യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ബീറ്റ യൂസർ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ട് നമ്മുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് അവിടെ സെറ്റിംഗ്സിൽ പോയിട്ട് നമ്മുടെ പ്രൊഫൈൽ എടുക്കുമല്ലോ. പ്രൊഫൈൽ എടുത്തിട്ട് നമ്മുടെ ആ ഒരു ഫോട്ടോ കാണുന്നതിൻ്റെ നേരെ റൈറ്റ് സൈഡിലായിട്ട് ഒരു QR കോഡിൻ്റെ ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ QR കോഡ് അവിടെ ആദ്യം കാണാൻ പറ്റും. അതല്ല, തൊട്ടപ്പുറത്ത് സ്കാൻ ചെയ്യാനായിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് മറ്റൊരു അക്കൗണ്ട് നമുക്ക് സ്കാൻ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ ഈ QR കോഡ് നമുക്ക് റീസെറ്റ് ചെയ്യാനും ഒക്കെയുള്ള ഓപ്ഷൻ ഈ ഒരു വാട്സപ്പിൽ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇതും വാട്സപ്പിനെ സംബന്ധിച്ച് നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു സംഭവം തന്നെയാണ്. നമ്മൾ നമ്പർ സേവ് ചെയ്യേണ്ട, നമ്മുടെ QR കോഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പിൽ മറ്റൊരു കോൺടാക്റ്റ് നമുക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ രണ്ട് സംഭവങ്ങളാണ് ഇപ്പോൾ ഫേസ്ബുക്കിലും വാട്സപ്പിലും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള രണ്ട് ഫീച്ചേഴ്സ്. അപ്പം ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് പുതിയൊരു അറിവാണ് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് അടിക്കാൻ മറക്കരുത്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ഇതിലും നല്ലൊരു ടെക്നോളജി കണ്ടന്റുമായി കാണാം. Till then, this is me, Amal, signing off.